ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മാസിഡോണിയയിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം പുരോഗമിക്കുന്നു. മാൽഡോവ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം മാസിഡോണിയയിലെത്തിയ ശ്രീമതി മുർമു ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ഇന്ന് സ്കോപ്യയിലെ മദർ തെരേസ മെമ്മോറിയൽ സന്ദർശിക്കും. തുടർന്ന് സ്കോപ്യ മ്യൂസിയത്തിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമയും അനാച്ഛാദനം ചെയ്യും. പിന്നീട് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന ദവ്കോവയ്ക്കൊപ്പം ലോക പൈതൃക കേന്ദ്രമായ ഒഹ്റിഡ് തടാകവും രാഷ്ട്രപതി സന്ദർശിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, തിരുപ്പൂർ ജില്ലകൾ സന്ദർശിക്കും. കോയമ്പത്തൂരിലെ GKNM നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് തിരുപ്പൂരിലെ അവിനാശിയിലുള്ള പ്രശസ്തമായ അവിനാശി ലിംഗേശ്വര ശിവക്ഷേത്രത്തിലും ഉപരാഷ്ട്രപതി ദർശനം നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഭാവി സംരക്ഷിക്കുമെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. सरकार संसद में न केवल इस विषय को लेकर बल्कि इस विषय के साथ संबंधित अन्य सभी विषयों को विस्तृत चर्चा के लिए तैयार है. प्रधानमंत्री जी ने बहुत स्पष्ट कहा है कि नीट और पेपर लीक इत्यादि विषयों को लेकर के जो लोग भी जिम्मेवार हैं उनके खिलाफ कड़ी से कड़ी कार्रवाई की जाएगी और हम अपने बच्चों के साथ अन्याय नहीं होने देंगे. നേരത്തെ നീറ്റ് വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ ലോക് കല്യാൺ മാർഗിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഹാർഡിഞ്ച് മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഒരു പെൺകുട്ടി മരിച്ചുവെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഈ പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ആരും മരണപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ഹെൽത്ത്, പകർച്ചവ്യാധി പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. 16ാമത് ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ കേന്ദ്രമന്ത്രി JP നഡ്ഡ നേതൃത്വം നൽകും. വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാവും. മനിലയിൽ ആസിയാൻ ഇന്ത്യ ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി, ആസിയാൻ റീജിയണൽ ഫോറം എന്നീ വിദേശകാര്യ മന്ത്രിതല യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. 2026 ആസിയാൻ ഇന്ത്യ സമുദ്ര സഹകരണ വർഷമായി ആചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം. ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവാൻ ഇന്ന് കമ്മീഷൻ ചെയ്യും. കർണാടകയിലെ കാർവാറിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച മാർവാനിൽ 80%-ലധികം തദ്ദേശീയ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും
1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. അഫ്ഗാനിസ്ഥാനിലെ നൂറിസ്ഥാനിലുണ്ടായ പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. ഭക്ഷ്യവസ്തുക്കളും താൽക്കാലിക താമസത്തിനായുള്ള ഫാമിലി ടെന്റുകളും ഉൾപ്പെടെയുള്ള അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ അഫ്ഗാനിസ്ഥാന്റെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കൈമാറി. ഇന്ത്യ അഫ്ഗാൻ ജനതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. US ഇറാൻ സംഘർഷം രൂക്ഷം. തുടർച്ചയായ 10ാം ദിവസവും സംഘർഷം തുടരുന്നതോടെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി രൂക്ഷമായി. ഒരു റിപ്പോർട്ട്. ഹോർമുസ് കടലിടുക്കിലൂടെ പോവുകയായിരുന്ന കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തി. തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ഇറാന്റെ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും വ്യോമാക്രമണം നടത്തി. റിയാദ്, ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ ആണവ പദ്ധതികൾ പുനരാരംഭിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ചർച്ചകൾക്ക് ഇറാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസിൽ ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔണുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US പ്രസിഡന്റ് അവകാശപ്പെട്ടു. ഇതിനിടെ അമേരിക്കയുമായുള്ള സംഘർഷം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനിയുമായി ഏകോപനം ശക്തമാക്കിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഇറാൻ പ്രതിനിധി പാകിസ്ഥാനിൽ മധ്യസ്ഥരുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. യുക്രൈൻ തീരത്ത് ചരക്കു കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയലിന്റെ വീട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മരണം സ്ഥിരീകരിച്ച് സന്ദേശം നൽകിയിട്ടുണ്ടെന്നും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡേഴ്സായും സൈബർ വാരിയേഴ്സായും അദ്ദേഹം പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി IMA സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ഐ-ക്യാൻ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കും. കൊച്ചി മെട്രോയിൽ തിരക്കേറിയ സമയങ്ങളിൽ ഇന്നു മുതൽ അധിക സർവീസ് ഏർപ്പെടുത്തും. രാവിലെ 8 മണിക്കും 10നും ഇടയിലും വൈകിട്ട് 4നും 7നും ഇടയിലുമുള്ള സമയത്ത് ട്രെയിനുകൾ 6 മിനിറ്റ് 45 സെക്കൻഡ് ഇടവേളയിൽ സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P. നഹീമ. പുതിയ ക്രമീകരണത്തിന്റെ ഭാഗമായി ഈ സമയങ്ങളിൽ പ്രതിദിനം 8 അധിക ട്രെയിൻ സർവീസുകൾ കൂടി ആരംഭിക്കും. ഇതിലൂടെ യാത്രക്കാർക്ക് ട്രെയിനിനായി കാത്തുനിൽക്കുന്ന സമയം ഗണ്യമായി കുറയുകയും തിരക്കേറിയ സമയങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കപ്പെടുകയും കൂടുതൽ വേഗമേറിയതും സുഗമവുമായ യാത്രാനുഭവം ലഭ്യമാവുകയും ചെയ്യും. അധിക സർവീസുകൾ 3 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. ഇക്കാലയളവിൽ യാത്രക്കാരുടെ പ്രതികരണം, യാത്രക്കാരുടെ എണ്ണം, പ്രവർത്തനക്ഷമത എന്നിവ വിലയിരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് KMRL അറിയിച്ചു. സഹസ്ര കലശാഭിഷേകത്തിന്റെ നിറവിൽ കർക്കടക മാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടച്ചു. ഇതര സംസ്ഥാന ഭക്തരുടെ ഉൾപ്പെടെ വലിയ തിരക്കാണ് കർക്കടക മാസ പൂജയ്ക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2ന് നട തുറക്കും. രാജ്യവ്യാപകമായി നടക്കുന്ന ഹർ ഘർ തിരങ്ക പ്രചരണത്തിന്റെയും 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെയും ഭാഗമായി യുവജനകാര്യ വകുപ്പ് മൈ ഭാരത് പോർട്ടലിലൂടെ നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് 2026 ആരംഭിച്ചു. ഓഗസ്റ്റ് 15 വരെയാണ് മത്സരം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബിൽ ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. കുട്ടികളിൽ ഡിജിറ്റൽ ഉള്ളടക്കമുണ്ടാക്കുന്ന ദോഷഫലങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടെയാണ് ഫ്രാൻസിന്റെ നിയമനിർമ്മാണം. ഇതോടെ കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മാസിഡോണിയയിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.